ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയ്ക്ക് മുമ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെയാണ് എനിക്ക് ഇനി വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷനായിട്ട് കിട്ടുന്നത്. ഞാനിവിടെ ഒരു റിസ്ലെറ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റിസ്റ്റിൽ എത്ര സൈസ് ഉണ്ടെന്നൊന്ന് മെഷർ ചെയ്യണം. എന്നിട്ട് എനിക്കിവിടെ ഒരു 6 ആണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു 20 ഇഞ്ച് എടുക്കുന്നുണ്ട്. കാരണം അത് ടൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള നീളവും കൂടെ വെച്ചിട്ടാണ്. അപ്പം ആ 20 ഇഞ്ച് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. നെറ്റായിരിക്കും കുറച്ച് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. എന്നിട്ട് ആ നെറ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാനത് 1 ഇഞ്ചിൽ ഒരു സ്ട്രിങ് പോലെ കട്ട് ചെയ്തെടുക്കുവാണ്. 20 ഇഞ്ചസ് ആണ് നീളം വരുന്നത്. ഈ 1 ഇഞ്ചിൽ കട്ട് ചെയ്യുന്നതിൻ്റെ നീളം വരുന്നത് 20 ഇഞ്ചസാണ്. അപ്പോൾ 1 ഇഞ്ചിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് രണ്ടായിട്ട് നടുക്കൂടൊന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ആ രണ്ട് ഓപ്പണിങ് നെറ്റായത് കാരണം ഞാൻ ഓപ്പണിങ് വരുന്ന ഭാഗം അകത്തോട്ടാക്കിയിട്ട് നടുക്കൂടെ ഒന്ന് മടക്കുമ്പോഴത്തേക്ക് നീറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡോറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ മടക്കിയിട്ട് അതൊരു സ്ട്രിങ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബോൾ ഗൗണിൻ്റെ ഒക്കെ കുട്ടികൾക്ക് ബോൾ ഗൗൺ ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് കൊടുക്കാം. അന്നൊരു പ്രിൻസസ് വൈബ് കിട്ടും. കുട്ടികൾ ഇതൊക്കെ ഇട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം ഞാനിവിടെ എൻ്റെ ഒരു മെഷർമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനങ്ങ് ഇട്ടുകൊണ്ട് പോകാനൊന്നും അല്ല. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നല്ലൊരു പാർട്ടി ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ആ സ്ട്രിങ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് നമുക്കൊരു നെറ്റ് ഫാബ്രിക്കാണ്. ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഇത്ര നീളം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഗ്യാദേഴ്സ് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം മെഷർ ചെയ്തില്ലായിരുന്നു റിസ്റ്റ്. അന്നേരം അത് ഈ സ്ട്രിങ്ങിൻ്റെ മിഡിൽ പോർഷനിൽ എത്ര ഇഞ്ചാണ് കിട്ടിയെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്ക് 6.25 ഇഞ്ചായിരുന്നു കിട്ടിയിരുന്നത്. അത് ഞാനവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതേ നേരത്തെ കട്ട് ചെയ്തെടുത്തുള്ള ആ ക്ലോത്ത് ഇല്ലേ, അതിൻ്റെ മിഡിലിൽ നിന്ന് ഇങ്ങനെ ഗ്യാദേഴ്സ് ഇടാം. ഗ്യാദേഴ്സ് ഇട്ടിട്ട് കൊടുക്കാം. അത് സിമ്പിളാണ്. ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ഒരുപാടൊന്നും ഇല്ലല്ലോ, ഒരു 6 ഇഞ്ചസല്ലേ വരുന്നുള്ളൂ. എന്നിട്ട് നമ്മളിതേ ഇവിടെ ആണെങ്കിൽ ആ ക്ലോത്തിൽ ഗ്യാദേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ട് വെച്ചിരുന്നില്ലേ, ആ മാർക്കിങ് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതി വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പണി ഒരുവിധം ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പണി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഇതിനായിട്ടാണെങ്കിൽ ഇവിടെ കുറച്ച് പേൾ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് കളറിലെ. നമ്മളിപ്പം എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ അതുള്ളത് കാരണം അത് എടുത്തുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് B7000 ഗ്ലൂ ആണ്. ഞാൻ എല്ലാ സാധനങ്ങളും ഒട്ടുമിക്കതും ഡ്രസ്സിൽ ചെയ്യുമ്പോൾ ഒട്ടിക്കാനായിട്ട് ഈ ഗ്ലൂ തന്നെ എടുക്കുന്നത്. എനിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പലർക്കും പല അഭിപ്രായങ്ങളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലർക്ക് മറ്റേ ഫെവിസിലിൻ്റെ ഒരു ഗ്ലൂ ഉണ്ടല്ലോ, ആ ഗ്ലൂ ആണ് ചിലർക്ക് ഇഷ്ടം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പം ഞാനാണെങ്കിൽ അവിടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നമ്മൾ ആ സ്ട്രിങ്ങിൻ്റെ മുകളിൽ കൂടി കുറച്ച് ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ പണി 3/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോസും എല്ലാം ചെയ്യും. അപ്പം ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്കി എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പം എല്ലാം നടക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.